കമ്മലിട്ടോ ഹൈ പൊട്ടു തൊട്ടോ ഉറ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ കീടനാശിനി തളിക്കുന്നു നീ വിളവുകളറ്റ പാടങ്ങളിൽ കാലമാമജ്ഞാത രോഗങ്ങൾ മാറ്റുവാൻ കാലമാമജ്ഞാത രോഗങ്ങൾ മാറ്റുവാൻ കീടങ്ങൾ തൻ വംശനാശം വരുത്തുവാൻ കീടങ്ങൾ തൻ വംശനാശം വരുത്തുവാൻ കീടനാശിനി തളിക്കുന്നു നീ വിളവുകളറ്റ പാടങ്ങളിൽ. സംഗീതമേ ജീവിതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയുടെ സംഗീതത്തിലെ വിശേഷങ്ങളാണ്. അവരുടെ പുതിയ സംഗീത വിശേഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ. നമസ്കാരം. ഈ ഗായത്രി വീണയിലേക്ക് അത് എനിക്ക് തോന്നുന്നു വിജയലക്ഷ്മി മാത്രം വായിക്കുന്ന ഒരു ഉപകരണമാണല്ലേ? ആരാണ് ഈ പേര് അങ്ങനെ കൊടുത്തത്, ഗായത്രി എന്നുള്ള പേര് വീണയ്ക്ക്? ഗായത്രി വീണ കുന്നുക്കുടി വൈദ്യനാഥ് സാർ, വൈദ്യനാഥ് ഭാഗവതർ, വയലിൻ ചക്രവർത്തി, അദ്ദേഹത്തിനാണ് ഗുരുദക്ഷിണ സമർപ്പിച്ചത്. അതെ, ഇത് പഠിക്കാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? പറയാം. എൻ്റെ കോ ബ്രദർ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ചെന്നൈയിൽ നിന്നാണ് അദ്ദേഹം താമസം, വിനോദ് എന്നാണ് പേര്. അദ്ദേഹം ഒരു കളിവീണ ഇവിടെ വന്നപ്പോൾ ഒരു കളിവീണ നിർമ്മിച്ചു. അത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒരു കമ്പിയിലാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി, ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ വായിക്കണമെന്ന് തോന്നി. അപ്പോൾ ചുമ്മാ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് നോക്കി, ഒന്ന് മീട്ടി നോക്കി. അപ്പോൾ അമ്മയോട് അച്ഛനോട് ഒരു സ്പൂൺ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു, ചുമ്മാ ഒന്ന് പരീക്ഷിക്കാൻ. അപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിച്ച് സപ്തസ്വരങ്ങൾ എനിക്കറിയാവുന്ന കീർത്തന, ഭക്തിഗാനം, സിനിമാഗാനം എല്ലാം വായിച്ചു തുടങ്ങി. അതെ, അത് ഉപയോഗിച്ച് ചുമ്മാ. അപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടോ, പിന്നെ അന്ന് ഇവിടെ പവർ കട്ട് ഉണ്ടല്ലോ, പവർ കട്ട് ഉള്ളപ്പോഴൊക്കെ നേരം പോക്കിന് ഇതൊക്കെ വായിച്ചോണ്ടിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു മാൻഡിലിന്റെ ഒക്കെ ഒരു സൗണ്ട് ഉണ്ടത്, സാമജപരഗമനയൊക്കെ വായിച്ചപ്പോഴത്തേക്കും. അപ്പോൾ 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാറ് ഗായത്രി തമ്പുരു സമ്മാനം നൽകി. അച്ഛനാണ് ഒരു കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത് വായിക്കുന്നത്. ഇപ്പൊ ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ്. അപ്പൊ ആ ഉപകരണത്തിന് ഗായത്രി വീണ എന്ന് പേര് നൽകിയത് കുന്നുക്കുടി വൈദ്യനാഥ് സാറാണ്. അച്ഛൻ സ്വന്തമായി നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ അതിനുള്ള രൂപകൽപ്പന ചെയ്തു. അത് മലേഷ്യൻ പ്ലാവ് ഒക്കെ ഉപയോഗിച്ച്. അപ്പൊ കുമ്മന ശശികുമാർ സാറിന്റെ മകളുടെ പേര് ഗായത്രി എന്നാണ്, ഗായത്രി തമ്പുരു മകളുടെ പേരില്. അതെ, അപ്പൊ സാറ് കുന്നുക്കുടി സാറ് ഗായത്രി വീണ എന്ന് പേര് നൽകാൻ. അപ്പൊ അതിനാണ്. പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ അറിയാൻ പാടില്ല, തന്നെ പഠിപ്പിച്ചതല്ലേ, തന്നെ പഠിച്ച ഭഗവാന്റെ അടുത്ത് നിന്ന് പഠിച്ചതുകൊണ്ട്. അല്ലല്ല, വിജയലക്ഷ്മി പഠിച്ച ശേഷം വേറെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പഠിപ്പിക്കാൻ അറിയാൻ പാടാത്തതുകൊണ്ട് എല്ലാരും ട്രൈ ചെയ്ത് വായിച്ചു നോക്കിയെന്നല്ലാണ്ട്. അത്രേ ഉള്ളൂ. അതെ, അപ്പൊ ഗായത്രി വീണ നമുക്ക് 2-3 പാട്ടുകൾ വായിക്കാം. പിന്നെ ദാസേട്ടന് സമർപ്പിച്ചിട്ടുണ്ട്. അതെ, ഗുരുദക്ഷിണ. ഇതിനാണ് 6.5 മണിക്കൂർ 2017 വായിച്ച് റെക്കോർഡ് ഇട്ടു, വേൾഡ് റെക്കോർഡ്. ഈ പാട്ട് കേട്ടിട്ട്, ഗായത്രി വീണ വായിക്കുന്ന കേട്ടിട്ട് ആരെങ്കിലും ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ, സംഗീതജ്ഞനായിട്ടുള്ളവർ? എല്ലാവരും ദക്ഷിണാമൂർത്തി സ്വാമികളാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദാസേട്ടൻ കൂടാതെ ദക്ഷിണാമൂർത്തി സ്വാമികൾ പറഞ്ഞു ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ വായിച്ചപ്പോ. അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ച പാട്ട് ഏതായിരുന്നു? അദ്ദേഹത്തിനെ വായിച്ചു കേൾപ്പിച്ചത് മറ്റേ ഹൃദയസരസിലെ, പിന്നെ സ്വപ്നങ്ങൾ, കാട്ടിലെ പാഴ്മുളം.
ഡോക്ടറേറ്റ് കിട്ടിയ ഏത് വർഷമാണ്? 2017. എന്തായിരുന്നു സബ്ജക്റ്റ്? മ്യൂസിക് തന്നെ, മ്യൂസിക്, ഗായത്രി വീണ തുടങ്ങിയവ എല്ലാത്തിലും കൂടി. എവിടെയാണ് റിസർച്ച് ചെയ്തത്? റിസർച്ച് ചെന്നൈ തന്നെ. എനിക്ക് പിന്നെ ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി USA നൽകിയത്. റിസർച്ച് അങ്ങനെ അപൂർവരാഗങ്ങളിലൊക്കെ റിസർച്ച് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ അതൊരു പരിപാടി. വളരെ പോപ്പുലർ ആയ ഒരു കീർത്തനാണല്ലോ ആഭേരി രാഗത്തിലുള്ള നഗ്മോ. അതെ, അതൊന്ന്. నగుమో మూగనలే నేనాజాలి తెలిసి నగుమో మూగనలే నేనాజాలి తెలిసి నగుమో మూగనలే నాజాలి తెలిసి నగుమో మూగనలే నీనాజాలి తెలిసి నన్ను బ్రోవరాదా శ్రీ రఘువరని నగుమో మూగనలేని నాజాలి తెలిసి నన్ను బ్రోవరాదా శ్రీ రఘువరని నగుమో మూగనలేని నాజాలి తెలిసి ഈ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഒന്നിനും തളരാതെ എപ്പോഴും ചിരിച്ചോണ്ട്. അങ്ങനെയൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടില്ലേ? ജീവിതത്തിലൊക്കെ വന്നിട്ടില്ലേ? വിവാഹം കഴിഞ്ഞതിന് ശേഷം പക്ഷെ ഒന്നിലും തളർന്നില്ല. അങ്ങനെ വേണം. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല കേട്ടോ. വളരെ അപൂർവ ആൾക്കാർക്കേ പറ്റുള്ളൂ. പലരും ഇതുപോലുള്ള പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകും. പക്ഷെ വിജയലക്ഷ്മിക്കാവുന്ന പ്രശ്നമല്ല. വളരെ ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം ചിരിച്ചോണ്ട് പ്രതിസന്ധികളെ മുമ്പോട്ട് നേരിട്ട് മുമ്പോട്ട് വന്നു. അങ്ങനെ വേണം. ഭഗവാൻ ധൈര്യം തരുന്നുണ്ട്. അതെ, തീർച്ചയായും. സംഗീതം ഒരുപാട് സഹായിക്കുന്നുണ്ട്. സംഗീതമാണ് എന്റെ ധൈര്യം തരുന്നത്. അതെ. ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതിപ്പോ അതിഭാഗവതം നിറഞ്ഞാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ മനസ്സിൽ നന്മ മാത്രം ഉദ്ദേശിച്ച് ചോദിക്കുന്ന കണ്ണിന് ചികിത്സകൾ ധാരാളം ചെയ്യുന്നുണ്ട്. ഒന്നോ രാജ്യങ്ങളിൽ അല്ലേ? ഉണ്ട്. അമേരിക്ക കൂടാതെ ചെന്നൈയിൽ ശങ്കരനേത്രാലയിൽ ഇപ്പം ചെയ്യുന്നുണ്ട്. അതിന് ജനറ്റിക് ടെസ്റ്റ് ആദ്യമായിട്ട് അവിടെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അതെ. അപ്പൊ കാഴ്ച കിട്ടുവാണെങ്കിൽ ആദ്യം ആരെ കാണാൻ ആഗ്രഹം? അച്ഛനമ്മമാരെയാണോ? അച്ഛനമ്മ, ഗുരുക്കന്മാരെയാണോ? സാക്ഷാൽ ഗുരുവായൂരപ്പൻ അല്ല വൈക്കത്തപ്പൻ? അച്ഛനും അമ്മയും ഗുരുക്കന്മാരും വൈക്കത്തപ്പനും. വൈക്കത്തപ്പൻ പ്രധാനമായിട്ട്. അതെ, അങ്ങനെ തന്നെ സംഭവിക്കുവാറാകട്ടെ. മിമിക്രി രംഗത്തും നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണല്ലോ. നമുക്ക് 2-3 പേരെ ഒന്ന് അനുകരിക്കാവോ? ഒന്ന് അഞ്ഞൂറാൻ സാറിനെ. അഞ്ഞൂറാൻ സാറല്ല, അഞ്ഞൂറാൻ. അതെ അതെ. അല്ല, അപ്പം അത് സാറും കൂടെ സഹായിക്കാവും. നമുക്കതൊക്കെ NN പിള്ള സാറിനോട് സാറ് സംസാരിക്കുന്നതായിട്ട് സങ്കല്പിച്ചു. വളരെ മോശം. അങ്ങനെയല്ല. അപ്പം നമുക്കതൊക്കെ കഴിഞ്ഞതെല്ലാം മറക്കാന്ന് പറയുമ്പോൾ ഞാൻ ഡയലോഗ് ഇടാം. സാർ ഇങ്ങനെ സാറിന് വിളിച്ചിട്ട്, സാർ നമുക്ക് കഴിഞ്ഞൊക്കെ മറക്കാം. എന്താണോ ഞാൻ മറക്കേണ്ടത്? എൻ്റെ കുഞ്ഞുലക്ഷ്മി എൻ്റെ മടിയിൽ കിടന്ന് പിടിഞ്ഞ് മരിച്ചത് ഞാൻ മറക്കണോ? അതുകൂടാതെ കൊറോണ ബാധിച്ച് 2 കൊല്ലം ലോക്ക്ഡൗൺ നിരുന്നത് മറക്കണോ? എന്താണോ ഞാൻ മറക്കേണ്ടത്? പറയേ. ഞാൻ ഇടവെന്ന് വിളിച്ചു, സോറി കേട്ടോ. ഞാൻ മിമിക്രിയുടെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ. ദൈവം NN പിള്ള സാറാണ് വിളിച്ചത്, ഞാനല്ല. അല്ല, NN പിള്ള സാറാണ് വിളിച്ചത്, ഞാനല്ല കേട്ടോ. കലാഭവൻ മണി
മണിച്ചേട്ടന്റെ മണിച്ചേട്ടൻ ഏനുണ്ടോടി അമ്പിളിച്ചന്തം പാടി അങ്ങനെ ഇരിക്കും. ശരി, എന്നെ ഏനുണ്ടോടി ഏനുണ്ടോടി പറഞ്ഞല്ലേ. അപ്പം ഏനുണ്ടോടിയ അമ്പിളിച്ചന്തമോ ഏനുണ്ടോടിയ താമര ചന്തമോ ഏനുണ്ടോടിയ മാരിവിൽ ചന്തമോ ഏനുണ്ടോടിയ മാമഴ ചന്തമോ കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഉറ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ. മമ്മൂക്കൊക്കെ ഇഷ്ടത്. മമ്മൂക്ക എന്നോട് പഠിക്കും. മമ്മൂക്ക കേട്ടിട്ടുണ്ടോ? ആ ഉണ്ട്. മമ്മൂക്ക കേട്ടപ്പോ എങ്ങനെ കലാഭവമണി എന്നോട് പഠിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരാളെ കൂടി ഫിലോമിന ചേച്ചി. ഫിലോമിന ചേച്ചിയല്ലേ. എന്താണ് ചെക്ക നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. അല്ല ഞാൻ എന്തുട്ടി പാടുന്നേ 3 നേരം വയസ്സുകാലത്ത് നെയ്യും കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടണ ഇവിടെ നരക. ഇത് സ്വർഗല്ലേ ഭഗവാനെ. ഒന്നും മാറ്റിയിട്ടു ഞാൻ പാടി ഒന്നും മായ്ച്ചു കളഞ്ഞേക്കണേ. ഈ സ്വർഗത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടല്ലേ തിരുവൈക്കം വാഴും ശിവശംഭോ. മഴവിൽ കാവടി അല്ലേ. അതെ അതെ ഒരു പാരഡി കൂടെ നമുക്ക് ഒരു പാരഡി ഞാനും അച്ഛനും കൂടെ അച്ഛൻ എഴുതിയ ലൈൻസ് എഴുതും. അച്ഛനും അതെ അതെ അച്ഛൻ പറഞ്ഞു തന്നു. ഞാനങ്ങോട്ട് ഹൃദയവാഹിനി ഒഴുകുന്നു. അച്ഛൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യണില്ല. അപ്പൊ ഞാൻ തന്നെ പാടാല്ലേ. തന്നെ പാടിക്കോളൂ. കീടനാശിനി തളിക്കുന്നു നീ വിളവുകളറ്റ് പാടങ്ങളിൽ കാലമാമജ്ഞാത രോഗങ്ങൾ മാറ്റുവാൻ കാലമാമജ്ഞാത രോഗങ്ങൾ മാറ്റുവാൻ കീടങ്ങൾ തൻ വംശനാശം വരുത്തുവാൻ കീടങ്ങൾ തൻ വംശനാശം വരുത്തുവാൻ കീടനാശിനി തളിക്കുന്നു നീ വിളവുകളറ്റ പാടങ്ങളിൽ വിളവുകളറ്റ പാടങ്ങളിൽ. അച്ഛൻ ഇത്ര നന്നായിട്ടൊക്കെ എഴുതുമോ? നല്ലൊരു കവിയാണല്ലോ. എന്റെ അമ്മ എഴുതിയ ചുമ്മാ അച്ഛൻ പറഞ്ഞു തന്നു. ബാക്കി അല്ല അല്ലേ. അതെ. പ്രധാന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലിയെ പറ്റി പറഞ്ഞില്ല. ബാഹുബലിയെ പറ്റി പറഞ്ഞില്ല. ആരിവൻ കേക്കണ്ടേ? പിന്നെ അങ്ങോട്ട് പാടിക്കോളൂ. അതെ അതെ കീരവാണി സാറ് ആരാണ് സംഗീതം നൽകിയത്. ഞങ്ങൾ ഹൈദരാബാദിൽ വെച്ചാണ് പാടിയത് കേട്ടോ. ഓ ശരി. 4 വരിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ പറഞ്ഞു തന്നു പാടിയതാണേ. എൻ്റെ മലയാളം മങ്കുമ്പ് ഗോപാലകൃഷ്ണ സാറാണ് എഴുതിയത്. തെലുഗു ആരെഴുതിയെന്ന് അറിയത്തില്ല. തമിഴ് തെലുഗു. അതിൽ തമിഴ് വേർഷൻ ഒന്ന് പാടാവോ? യാറുകിവ കല്ല തൂക്കി പോറാനേ പുള്ള പോലെ തോളുമേലെ ഉന്ന തൂക്കി പോറാനേ കണ്ണ് രണ്ടും പോതല കയ്യക്കാല് ഓടല ഗംഗയെത്താൻ தேடிக்கிட்டு തന്നെ താനെ சுமந்துக்கிட்டு லிங்கம் நடந்து போகுதே ആരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കി പോയിടുന്നോൻ ആരാരും കണ്ടതില്ല ആരുമേ കേട്ടുമില്ല ഗംഗയെത്താൻ തേടിക്കൊണ്ട് തന്നെ താനെ ചുമന്ന് ശിവലിംഗം നടന്നു പോകുന്നു ആഹാ 3-4 ഭാഷകളിൽ അല്ലേ? മലയാളം തമിഴ് తెలుగు ఎవడంట నిన్ను ఎత్తుకొంది ఎవరికి పుట్టాడోయి నంది కాని నంది ఎవరు కనంది ఎక్కడా వినంది శివుని గాన అయ్యిందేమో గంగధరికి లింగమే కదిలి వస్తానంది.
അതെ അതൊരു നല്ലൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു അല്ലേ? 4 ഭാഷകളിലൊക്കെ അതെ അതെ ഇത് ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ പാടുക എന്നുള്ള വലിയ അതെ 3 ഭാഷ മലയാളം തമിഴ് തെലുഗു. തെലുഗു. അതെ അതെ അത് SPB സാർ SP ബാലസുബ്രഹ്മണ്യം സാറ് കേട്ടപ്പം പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഓ ശരിയാ. അങ്ങനെ വലിയ വലിയ ജീനിയസ് ആൾക്കാർ ലെജൻസിന്റെ അനുഗ്രഹം കിട്ടാനായിട്ടും കൂടി ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചെയ്യണം അത് തന്നെ ഭാഗ്യം ചെയ്യണം. ഒരു സാൻസ്ക്രിറ്റ് ശ്ലോകം പാടിയിട്ടില്ലേ? അതെ തെരി എന്ന മൂവിയില്. അതൊന്ന് പാടാമോ? ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗസുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശതമുദ മന ശുഭ സുമനല ഇവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം ആനന്ദഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥസിദ്ധിം കാമയേ. സാൻസ്ക്രിറ്റ് ആണ് അല്ലേ? സംസ്കൃതി ആണ്. അത് പഠിച്ചെടുക്കാൻ സമയം എടുത്ത് 1 മണിക്കൂർ എടുത്തായിരുന്നു. 1 മണിക്കൂറിനൊക്കെ റെഡിയായി? റെഡിയായി പറഞ്ഞായിരുന്നു. പ്രൊഫസർ ത്യാഗരാജ സാറാണ് ചെന്നൈ, അദ്ദേഹമാണ് സംസ്കൃതി എഴുതിയത്. റഷ്യൻ ഉപകരണമായിട്ട് കസൂലും പാട്ടൊക്കെ വായിക്കാറുണ്ടല്ലേ? വായിക്കാറുണ്ട്. സിനിമാ ഗാനങ്ങളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് മിക്കവാറും. ജിങ്കനമണിയിലൊക്കെ ഉണ്ട്. പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമ ഞാൻ പാടിയിട്ടുമുണ്ട്, PG വായിച്ചിട്ടുണ്ട്. അതിലൊരു പാട്ട്, ഒരു സിനിമാ പാട്ടുണ്ട്. അതിൽ ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇതിനെ പരിചയപ്പെടുത്തിയത് പെരുമ്പാവൂർ തബല വായിക്കുന്ന കിരൺ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആലപ്പുഴയിലെ ഫ്ലൂട്ട് വായിക്കുന്ന ജോസി ചേട്ടനാണ് ഗിഫ്റ്റ് തന്നത്, ബർത്ത്ഡേ ഗിഫ്റ്റ്. അതെനിക്ക് ഞാൻ 12 മുരുകൻ സോങ്സ് പാടിയിട്ടുണ്ട്. ബാംഗ്ലൂർ രമണിയമ്മ മേഡം പാടിയേ, അപ്പോഴെനിക്ക് സമ്മാനം തന്നതാണ്. ഇപ്പൊ ഞാൻ വായിക്കുന്ന എറണാകുളത്ത് മേടിച്ചേട്ടോ, ഇതെല്ലാവരും മേടിക്കാൻ കിട്ടും. ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ആണല്ലേ? അതെ. നല്ല ഭാവാർദ്രമായ നല്ല സൗണ്ട് അല്ലേ? അല്ലേ? റിയലി താങ്ക് യു. ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ ഒച്ച ശരിയായിരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ഒച്ച ശരിയാവില്ല. നമ്മുടെ ശബ്ദമാണ് ഇതിൽ വരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേഷൻ. അത് തന്നെ. നമ്മുടെ ശബ്ദം അടച്ചു പോയി എന്റെ അടച്ചു പോകും, അതാണ് വ്യത്യാസം. കസുവിന്റെ അടച്ചു പോകും.